ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാൻ പോവാണ് കേട്ടോ. കുറേ നാളായി വീഡിയോ എടുക്കാനൊന്നുള്ള ഹെൽത്ത് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ വാട്ടക്കപ്പ ഉണ്ടല്ലോ, ഈ പുഴുങ്ങി ഉണക്കിയെടുക്കണ വാട്ടക്കപ്പ, അത് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ആദ്യമായിട്ട് കിട്ടണതാണ്. ഇതിന് മുമ്പ് ഞാനിത് ചെയ്തിട്ടുമില്ല, എനിക്കാരും ഇത് തന്നിട്ടുമില്ല. ഇതൊരു റിലേറ്റീവ് തന്നതാണ്. അപ്പം നമ്മളിത് വീഡിയോ ആയിട്ട് എടുക്കാൻ വിചാരിച്ചു. കുറേ നാളായിട്ട് നമ്മൾ വയ്യാണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല, ലൈവും ഷോർട്ടും മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഈ വാട്ടക്കപ്പ എന്ന് പറഞ്ഞത്. പുഴുങ്ങി ഉണക്കി കുറേ ദിവസം ഉണക്കിയിട്ടെടുത്ത വാട്ടക്കപ്പയാണ് എനിക്ക് കിട്ടിയത്. അത് അവരെന്നെ എനിക്കത് ഉണ്ടാക്കേണ്ട വിധം തലേ ദിവസം അത് വെള്ളത്തിലിട്ടിട്ട് വെറുതെ ഒരു കൈ ഇങ്ങനെ വാരിയിട്ട് വെള്ളത്തിലിട്ടതാണ്. ഇത്രയ്ക്ക് അധികം അയക്കണം. നമുക്ക് 2 പേർക്ക് ഇത് ധാരാളം മതിയാവും. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് കാണിക്കട്ടെ. ആദ്യം കുക്കറെടുത്ത് ഇത് വേവിക്കാം അടുപ്പം വെച്ചിട്ട്. ആദ്യം നമുക്ക് ഒരു കുക്കർ അടുപ്പം വയ്ക്കാം. എന്നിട്ട് ഈ കുതിർത്തി വെച്ച ഈ കപ്പ അതിലേക്ക് വാരിയിടാം. ഇതിൽ വല്ല അഴുക്ക് വല്ല തോലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളയണം കേട്ടോ. ഇതിൽ കുറച്ച് തോലൊക്കെ ഉണ്ട്, അത് ഇട്ട പ്രോബ്ലമാണ്. അത് വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നതല്ലല്ലോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് നല്ല മിക്സ് ചെയ്തിട്ട് ഒരു അടിയടിക്കാം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് കളയാം. എന്നിട്ട് നമുക്ക് അരപ്പിടാം കേട്ടോ. അപ്പം ഞാൻ ഇത് വെന്തിട്ട് ഇനി കാണിക്കാം. ഇപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക്, വലിയ എരിവൊന്നുമില്ലാത്ത പച്ചമുളകാണ്, അത് കാരണം ഞാൻ ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. 3, 4, 5, 6, 7, 8, 9, ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാലേ തീരെ എരിവില്ല. പിന്നെ നമ്മളെല്ലാം കുറേ തേങ്ങയുണ്ട്. ഈ സാധനങ്ങളൊക്കെ ചേരുമ്പോൾ കപ്പയ്ക്ക് തീരെ എരിവുണ്ടാവില്ല. എനിക്ക് ഇത്തിരി എരിവൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇത്തിരി വെളുത്തുള്ളി, അതുമാതിരി കുറച്ച് ചുവന്നുള്ളി, കുറച്ച് തേങ്ങ അരച്ചിട്ട് പിന്നെ ഇത്തിരി കൂടി അരക്കേണ്ടി വരും. അതിൽ കൂടുതലില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ ഇടായിരുന്നു, പക്ഷെ ഞാൻ കുക്കറിൽ ഇത് വേവിക്കുമ്പോഴേ ഇത്തിരി അധികം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഇപ്പോൾ ഇത് നമ്മൾക്കിത് അരച്ചിട്ട് വരാട്ടോ, എന്നിട്ട് കാണാം. നമ്മൾ അരപ്പിൽ ആദ്യം ചേർത്ത അരപ്പിൽ ഇതിട്ടില്ല കേട്ടോ, ജീരകം കൂടി ചേർക്കണം. ഞാൻ ജീരകം കൂടി ചേർത്തിട്ട് സെക്കൻഡ് അരക്കാട്ടോ. ആദ്യത്തേൽ ജീരകം ഇട്ടില്ല, നമ്മൾക്ക് തേങ്ങ അധികം ഉണ്ടല്ലോ, അപ്പോൾ ജീരകം കൂട്ടി അരയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കപ്പ നല്ല വെന്തുണ്ട്. ഞാനൊന്ന് ഇളക്കി ഉടച്ചിട്ടുണ്ട്. ഇത്ര ഉടഞ്ഞാൽ മതിയിട്ടാണ്, വാട്ടക്കപ്പയല്ല, ചെറുതായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ അരച്ച അരപ്പുണ്ടല്ലോ, ഇതിടാട്ടാ. അതൊന്നും കൂടി ആകുമ്പോൾ ഒന്നും കൂടിയും ഉടയും. നിറയെ അരപ്പിട്ട നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യം മറ്റേ കപ്പയിലൊക്കെ ചെയ്യുമ്പോൾ. അരപ്പ് കുറഞ്ഞത്തിരി ടേസ്റ്റ് പറയും. ജീരകം, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും തേങ്ങയുടെ കൂടെ ഇതൊക്കെയാണ് അരച്ചേക്കണത്.
ഇത്രയും സാധനങ്ങൾ ഇട്ട് അരച്ച നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടത് കൊണ്ടാണ് പിന്നെ ചേർക്കാണ്ടിരുന്നത്. ആദ്യം ചേർത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂടെ അതും ചേർക്കണം. അപ്പോൾ എല്ലാം ഞാൻ നോക്കി. ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടാം. ഒരു തള വന്നാൽ ഇത്തിരി ഞാൻ താളിക്കണില്ല കേട്ടോ. എനിക്ക് താളിക്കണത് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടിട്ട് ഇറക്കണതാണ് ഇഷ്ടം. കറിവേപ്പില നിറയെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എന്താ പറയുക, കറിവേപ്പില ഇട്ടിട്ടില്ല എന്ന് പേടിക്കാനൊന്നുമില്ല. ഇപ്പം നല്ലൊരു തള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നേരം മൂടി വയ്ക്കാം. എനിക്ക് താളിക്കണത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ. എനിക്ക് എല്ലാത്തിലും പച്ച വെളിച്ചെണ്ണ കറിവേപ്പില ഇട്ട് അവിയലും അരി കഴിക്കുന്നത് ഇഷ്ടം. കുറച്ച് ഒഴിച്ചിട്ടുള്ള എണ്ണ, അധികമൊന്നും ഒഴിച്ചിട്ടില്ല. പ്രഷറാ. പിന്നെ ഒന്നും ഞാൻ ചോറ് കഴിക്കില്ല കേട്ടോ. കപ്പ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, കപ്പയും കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഒരു പിടിയാണ് എടുത്തത് കപ്പ. ഒരു പിടി കപ്പയ്ക്ക് ഇത്ര അധികം ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എടുത്തോട്ടോ. അപ്പോൾ എനിക്കിത് 2 നേരം 3 നേരത്തേക്ക് വരും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളുകളായിട്ട് കഴിക്കാത്തൊരു സാധനമാണ്. അത് കിട്ടിയപ്പോൾ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്തു. ഞാനത് എടുത്ത് കുറച്ച് നേരം മൂടി വയ്ക്കണം. നല്ല സാരില്ല, ഞാനെടുത്ത് കാണിക്കാം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ നോക്കി ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അത് ഞാൻ ഉപ്പിട്ട് ഇത്തിരി ഒരു നുള്ളു ഉപ്പിട്ട്, കാരപ്പിലേക്കുള്ള ഉപ്പ് പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ടു. ഞാനത് ടേസ്റ്റൊക്കെ നോക്കി തന്നെയാണ്. എന്നാലും ഒന്നും കൂടി നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അരപ്പ് ഇതുമാതിരി നിറയെ ചേർത്തോളൂ. ഇത്തിരി അരപ്പ് ചേർത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മാതിരി ജീരകം, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് ഒക്കെ നന്നായി ചേർത്താലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്. ഇതാണ് എൻ്റെ കപ്പ, എന്തെന്നാ പറയുക, വാട്ടക്കപ്പ പുഴുക്ക്, കപ്പ പുഴുക്ക്. ഇതിൻ്റെ പേര് കപ്പ പുഴുക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കിട്ടിയാൽ അത് ചെയ്ത് നോക്കണം. ഇത് കടയിലൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങി നമുക്ക് കപ്പ കിട്ടാത്ത സമയത്ത് ഇത് വാങ്ങിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. കപ്പ കിട്ടാത്ത സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത്, കടയ്ക്ക് പോകാൻ പറ്റാത്ത സമയത്ത്, അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഇത് വാങ്ങി എല്ലാവരും ഉപയോഗിക്കണം. നല്ല ടേസ്റ്റുള്ളൊരു സാധനം. പിന്നെ അന്നത്തെ ദിവസം ചോറുണ്ണണമെന്ന് ഒരു നിയമവും ഇല്ല കേട്ടോ. അത് കഴിച്ചാൽ മതി. ഇറച്ചിയാണ്, മീനാണ്. എനിക്കിവിടെ ഇറച്ചിയുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്. പിന്നെ മീൻ വെള്ളത്തിലിട്ടിട്ട് നന്നാക്കി മീൻ കറി വെച്ച അത്രയും മതി. ചോറുണ്ണണമെന്ന് ഒരു നിയമവും ഇല്ല. അപ്പോൾ ഓക്കെ ട്ടാ, ബായ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അത്രയും നല്ല സാധനമാണ് ഈ വാട്ടക്കപ്പ. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് ഫുൾ സപ്പോർട്ട് തരണം കേട്ടോ. എനിക്ക് ആരും സപ്പോർട്ടിനില്ലാണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണതേ. അതുകൊണ്ടാണ് നിങ്ങളോട് സപ്പോർട്ട് ചോദിക്കണത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് തന്ന് എന്നെ ഒന്ന് സഹായിക്കണം.